ലൈവിൽ ക്യാപ്റ്റൻസി നോമിനേഷൻസ് ആണ് നടക്കുന്നത്. അനുമോള് ക്യാപ്റ്റൻ ആകാൻ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയാണ്. എല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് ടാസ്കിൽ പങ്കെടുത്തു, ടാസ്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്തു, ക്യാപ്റ്റനായ എല്ലാവരും ലീഡ് ചെയ്യും എന്ന് പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ അനുമോള് പറഞ്ഞത് ഇവൻ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാറില്ല, എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞാൽ പോലും എന്തിനാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയും. അതുകൊണ്ട് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്വം വന്ന് എല്ലാവരുടെ അടുത്തും പോയി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് സാബുമാൻ ക്യാപ്റ്റൻ ആകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് അനുമോൾ പറഞ്ഞാണ് സാബുമാനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഒരാളെ മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവർക്കും കൂടെ. ബാക്കി 2 പേരെ തിരഞ്ഞെടുക്കുന്നത് നൂറയും അതുപോലെ തന്നെ അനീഷും കൂടെയാണ്. സർക്കസ് കൂടാരത്തിൽ നിന്നും അനീഷ് ഒരാളെ തിരഞ്ഞെടുക്കും, ബാക്കി നൂതില ചെരുപ്പ് ഫാക്ടറിയിൽ നിന്ന് ഒരാളെ നൂറയും തിരഞ്ഞെടുക്കും. അങ്ങനെ നൂറ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒനീലിനെയും അനീഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത് റെന ഫാത്തിമയുമാണ്. 2 കൂടാതെ ബാക്കി മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അനുമോള് സാബുമാനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.